നമസ്കാരം. PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ വിഭാഗത്തിലെ ഒരു മാർക്ക് ഉറപ്പായും നേടാൻ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, ഇൻപുട്ട് ഡിവൈസുകൾ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഈ ടോപ്പിക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഹാർഡ്വെയറും ഇൻപുട്ടും എന്താണെന്നുള്ള ബേസിക്സ് നോക്കും, പിന്നെ പലതരം ഇൻപുട്ട് ഡിവൈസുകളെപ്പറ്റി പഠിക്കും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കീബോർഡിനെയും മൗസിനെയും കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കും. അവസാനം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി ഓർത്തെടുത്ത് ഈ ഭാഗം നമ്മൾക്ക് സെറ്റാക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ഹാർഡ്വെയർ, എന്താണ് ഇൻപുട്ട്? ഓരോ ഡിവൈസിനെക്കുറിച്ചും പഠിക്കുന്നതിന് മുൻപ് ഈയൊരു അടിത്തറ നമുക്ക് സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊടാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും. നമ്മുടെ മോണിറ്റർ, CPU, കീബോർഡ്, മൗസ് ഇതെല്ലാം ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ്. അപ്പോ ഒരു ഇൻപുട്ട് യൂണിറ്റ് ശരിക്കും എന്താണ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, അത് നമ്മളിൽ നിന്ന്, അതായത് പുറം ലോകത്ത് നിന്ന് നിർദ്ദേശങ്ങളും ഡേറ്റയും സ്വീകരിക്കുന്നു. 2, ആ കിട്ടിയ ഡാറ്റയെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക്, അതായത് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു. മൂന്നാമതായി, ഇങ്ങനെ മാറ്റിയെടുത്ത ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ CPUയിലേക്ക് അയച്ചുകൊടുക്കുന്നു. അപ്പോൾ ബേസിക്സ് ഒക്കെ സെറ്റായില്ലേ? ഇനി നമുക്ക് ഇൻപുട്ട് ഉപകരണങ്ങളുടെ ആ വൈവിധ്യമാർന്ന ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് വഴികളുണ്ട് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. ഈ കാണുന്നത് പോലെ ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകളുണ്ട്. കീബോർഡ് മൗസും നമുക്ക് എന്നും കാണുന്നതാണല്ലേ. അതുപോലെ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന ജോയ്സ്റ്റിക്, ഫോട്ടോകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന സ്കാനർ, ബാങ്കിലൊക്കെ ചെക്കുകൾ റീഡ് ചെയ്യുന്ന MICR, നമ്മുടെ OMR പരീക്ഷയുടെ ഉത്തരക്കടലാസ് നോക്കുന്ന OMR. അങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ ഉപകരണമുണ്ട്. ഇവയെല്ലാം പ്രധാനമാണെങ്കിലും PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് കീബോർഡിനെയും മൗസിനെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കീബോർഡിന്റെ ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങുകയാണ്. ഒരു സംശയം വേണ്ട, കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ ഇൻപുട്ട് ഉപകരണം കീബോർഡ് തന്നെയാണ്. ഈ കാണുന്നത് നമ്മളൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ടാണ്. ഇതിനെ നമ്മൾ QWERT ലേഔട്ട് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നറിയാമോ? വളരെ സിമ്പിളാണ്. കീബോർഡിലെ അക്ഷരങ്ങൾ തുടങ്ങുന്ന മുകളിലത്തെ വരിയിലെ ആദ്യത്തെ 6 അക്ഷരങ്ങൾ നോക്കൂ. QWERTY. അതിൽ നിന്നാണ് ഈ പേര് വന്നത്. ഇതൊരു സ്ഥിരം പരീക്ഷാ ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോ ആരാണ് നമുക്ക് ഈ ഉപകരണം തന്നത്? അത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. ഈ പേര് മറക്കരുത്, പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്നാണിത്. ക്രിസ്റ്റഫർ ഷോൾസ്, കീബോർഡിന്റെ പിതാവ്. അടുത്തതായി നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു വർഷമുണ്ട്, 1986. ഈ വർഷമാണ് 101 കീകളുള്ള സ്റ്റാൻഡേർഡ് കീബോർഡ് നിലവിൽ വന്നത്. കമ്പ്യൂട്ടർ ലോകത്ത് അതൊരു വലിയ മാറ്റമായിരുന്നു. അപ്പോൾ വർഷം മറക്കണ്ട, 1986. അപ്പോ ഇവിടെ കീകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. 1986-ലെ ആ സ്റ്റാൻഡേർഡ് കീബോർഡിൽ 101 കീകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കീബോർഡുകളിൽ സാധാരണയായി 104 കീകളാണ് കാണുന്നത്. ഈ വ്യത്യാസമൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം, ക്യാരക്ടർ എൻകോഡിംഗ്. നമ്മൾ കീബോർഡിൽ A എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതിനാണ് ഈ എൻകോഡിംഗ് സ്റ്റാൻഡേർഡുകൾ. ഈ ടേബിൾ ഒന്ന് നോക്കൂ. ASCII അതൊരു 7-ബിറ്റ് കോഡാണ്. 128 ക്യാരക്ടറുകളെ സപ്പോർട്ട് ചെയ്യും. EBCD ആണെങ്കിൽ 8 ബിറ്റാണ്, 256 ക്യാരക്ടറുകൾ. നമ്മുടെ ഇന്ത്യൻ ഭാഷകൾക്കായി ISCI ഉണ്ട്, അതും 8 ബിറ്റ് തന്നെ. എന്നാൽ യൂണിക്കോഡ് അതൊരു 16-ബിറ്റ് യൂണിവേഴ്സൽ കോഡാണ്. ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഭാഷകളെയും ഇത് സപ്പോർട്ട് ചെയ്യും. കീബോർഡിലെ എല്ലാ കീകളും ഒരുപോലെയല്ല. നമുക്കവയെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഉദാഹരണത്തിന്, കീബോർഡിന്റെ മുകളിൽ F1 മുതൽ F12 വരെയുള്ള കീകളെ കണ്ടിട്ടില്ലേ? അതാണ് ഫങ്ഷണൽ കീകൾ. ഓരോ പ്രോഗ്രാമിലും അതിന് ഓരോ പ്രത്യേക ജോലിയുണ്ടാകും. അതുപോലെ പേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സഹായിക്കുന്നവയാണ് നാവിഗേഷൻ കീകൾ. ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട് പോലുള്ള കീകളാണ് മോഡിഫിക്കേഷൻ കീകൾ. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് പോലെ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന അവസ്ഥയുള്ളവയെ ടോഗിൾ കീകൾ എന്നും പറയും. കീബോർഡ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഹീറോ? തീർച്ചയായും മൗസ് തന്നെ.
നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ഓടി നടക്കാനും കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഈ കുഞ്ഞനുപകരണത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം. അപ്പോ ആരാണ് ഈ മൗസിന് പിന്നിൽ? ഡഗ്ലസ് എംഗിൽബാർട്ട്. ഈ പേര് ഓർത്തുവെച്ചോളൂ. ഇത് വികസിപ്പിച്ചെടുത്തത് സിറോക്സ് പാർക്ക് എന്ന പ്രശസ്തമായ റിസർച്ച് സെന്ററിലാണ്. ഈ രണ്ട് പേരുകളും, ഡഗ്ലസ് എംഗിൽബാർട്ടും സിറോക്സ് പാർക്കും, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മൗസിന്റെ വേഗത നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? അതിന് രസകരമായൊരു യൂണിറ്റുണ്ട്, മിക്കീസ് പെർ സെക്കൻഡ്. ഓർക്കാൻ എളുപ്പമുള്ളൊരു പേരാണല്ലേ, മിക്കീസ്. മൗസിന്റെ ടെക്നോളജിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ മൗസിന്റെയൊക്കെ അടിയിൽ ഒരു ബോൾ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതാണ് ബോൾ മൗസ്. എന്നാൽ ഇപ്പോഴുള്ളത് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ലേസർ മൗസുകളാണ്. ഇവ LED ലൈറ്റോ ലേസർ രശ്മികളോ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കൂടുതൽ കൃത്യതയുണ്ട്. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാലോ? ഒരു ഫൈനൽ റിവിഷൻ. പരീക്ഷയ്ക്ക് മുൻപ് ഇതൊന്ന് കേട്ടാ മതി. ഒന്നാമത്തെ പോയിന്റ്, കീബോർഡിന്റെ ഉപജ്ഞാതാവാരാണ്? ഓർക്കുക, ക്രിസ്റ്റഫർ ഷോൾസ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമ്പർ, 1986 ആ സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീകളുണ്ടായിരുന്നു? 101 കീകൾ. അടുത്തത് മൗസ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് എംഗിൽബാർട്ട്. അവസാനമായി, ഒരു കീബോർഡിൽ ആകെ എത്ര ഫങ്ഷണൽ കീകളുണ്ട്? F1 മുതൽ F12 വരെ. അതെ, ആകെ 12 എണ്ണം. പോകുന്നതിനു മുൻപ് ഈ വാക്കുകൾ മറക്കരുത്. നമ്മുടെ കീബോർഡ് ലേഔട്ട് ഏതാണ്? QWERTY. ക്യാരക്ടർ എൻകോഡിംഗിന്റെ ഒരു പ്രധാന ഉദാഹരണം ASCII. മൗസിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് മിക്കീസ് പെർ സെക്കൻഡ്. കൂട്ടത്തിൽ ഇതും ഓർത്തോളൂ, കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാറും മുകളിൽ ഇടതറ്റത്തുള്ള കീ എസ്കേപ്പ് കീയുമാണ്. നമ്മൾ ഇന്ന് കീബോർഡും മൗസും ഉപയോഗിക്കുന്നു. പക്ഷെ നാളെയോ? നമ്മുടെ ശബ്ദം കൊണ്ടും കൈകൾ കൊണ്ടുമൊക്കെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്.